Good morning, my dear children. Once again, you are welcome to the class. I hope everybody understood the previous class. Today, we can start a new story. Before that, all of you take page number 146 in your textbook. എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു കഥ പഠിക്കാം. അതിനു മുൻപ് എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 146 എല്ലാവരും എടുക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Unit 5, The Great Adventure. So, we discussed the meaning of the Great Adventure. അതിസാഹസികമായ നല്ല അർത്ഥമാണ് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ദ പേജ് നമ്പർ 146 you can see there are two pictures in it. Have you seen? There is a man sitting on a chair and there is a lady. Have you seen these pictures? The lady you will be familiar of, isn't it? അതിൽ താഴെ കാണുന്ന ആ ലേഡീനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ടി വിയിലൊക്കെ. Who is this? That is വൈക്കം വിജയലക്ഷ്മി. Okay, so she is a famous singer. Okay, then look at the first picture. Who is this? Do you know? This is Stephen William Hawking. Have you seen? Who is this? Stephen William Hawking. Okay, so we can read something about these personalities. ഈ വ്യക്തികളെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വായിക്കാം. ഓക്കെ, നോക്കൂ. Stephen William Hawking is a great physicist known for his work regarding black holes in space. He has authored several popular science books. Even at an early age, Hawking showed a passion for science and astronomy. At the age of 21, while studying at Cambridge, he was diagnosed with a serious disease. Gradually, he became entirely paralyzed and his life got confined to a wheelchair. Despite his illness, he has done groundbreaking work in physics and astronomy. So, have you understood anything? നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലായോ? So, he is a famous personality അല്ലേ, ഒരു ബഹുമുഖ പ്രതിഭയാണ് അല്ലേ. നോക്കാം നമുക്ക്. Stephen William Hawking. Stephen William Hawking is a great physicist known for his work regarding the black holes in space. So, Stephen William Hawking is a great physicist known for his great work regarding black holes in space. Stephen William Hawking എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് ഫിസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതിക ശാസ്ത്രജ്ഞൻ. ഓക്കെ, ഭൗതിക ശാസ്ത്രജ്ഞനാണ്. അതായത് സയൻസും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാണ്. ഓക്കെ, സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ഈസ് എ ഗ്രേറ്റ് ഫിസിസ്റ്റ് നോൺ ഫോർ ഹിസ് ഗ്രേറ്റ് വർക്ക് റിഗാർഡിംഗ് ബ്ലാക്ക് ഹോൾസ് ഇൻ സ്പേസ്. ഇനി എന്താണ് ബ്ലാക്ക് ഹോൾസ്? കണ്ടുണ്ടോ? ടീച്ചർ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ അയക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമോ ഗർത്തങ്ങൾ എന്നാണ് പറയാം. തമോ ഗർത്തങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് ടീച്ചർ പറയാം, അതായത് നമ്മളുടെ നക്ഷത്രങ്ങൾ കോടാനുകൂടി വർഷങ്ങൾ കഴിയുമ്പോൾ അത് പൊട്ടിച്ചെതറും അല്ലേ. എന്നിട്ട് ചില നക്ഷത്രങ്ങൾ അതിൻ്റെ സെൻറ്ററിലേക്ക് ചുറ്റുപാടുമുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും, ചില നക്ഷത്രങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചൂഴി പോലെ നമുക്ക് തോന്നും, അതായത് റൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമുക്ക് എന്ത് പറയുക, ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ഇൻ സ്പേസ് എവിടെയാണ് ഉണ്ടായിരിക്കുക? അന്തരീക്ഷത്തിൽ. ഓക്കെ,
സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൂന്യാകാശത്ത്. ഓക്കെ, നോക്കൂ. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ഈസ് എ ഗ്രേറ്റ് ഫിസിസ്റ്റ് നോൺ ഫോർ ഹിസ് വർക്ക് റിഗാർഡിംഗ് ബ്ലാക്ക് ഹോൾസ് ഇൻ സ്പേസ്. ഹി ഹാസ് ഓതേർഡ് സെവറൽ പോപ്പുലർ സയൻസ് ബുക്സ്. ഇനി അദ്ദേഹം ഒരുപാട് പ്രശസ്തമായിട്ടുള്ള സയൻസ് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈവൻ അറ്റ് എൻ ഏർലി ഏജ് ഹോക്കിംഗ് ഷോഡ് എ പാഷൻ ഫോർ സയൻസ് ആൻഡ് ആസ്ട്രോണമി. വളരെ ചെറുപ്പകാലത്ത് തന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു എന്തിനൊക്കെയും സയൻസിനെയും ആസ്ട്രോണമിയും, അതായത് ബഹിരാകാശത്തിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട്, ബഹിരാകാശത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട്, വ്യോമശാസ്ത്രത്തിനൊക്കെ കുറിച്ച് പഠിക്കാനായിട്ട് വളരെയധികം ഇഷ്ടമായിരുന്നു ആർക്ക്? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. At the age of 21, while studying at Cambridge, he was diagnosed with a serious disease. അങ്ങനെ ഒരു 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അസുഖത്തിന് അടിമയായി. അദ്ദേഹത്തിന് ഒരു വലിയൊരു അസുഖം കണ്ടെത്തി. Gradually he became entirely paralyzed and his life got confined to a wheelchair. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ ആ വലിയൊരു അസുഖം വന്നതിന് ശേഷം അദ്ദേഹം എന്തുണ്ടായി? ക്രമേണ അദ്ദേഹം തളർന്നു. ഫുള്ളായിട്ടും അദ്ദേഹത്തിൻ്റെ ബോഡി തളർന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ചെയറിലേക്ക് ഒതുങ്ങി. അതായത് ആ വീൽ ചെയറിലാണ് അദ്ദേഹം എങ്ങടെയെങ്കിലും പോകണമെന്ന് വെച്ചാലോ അതും ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം 24 hours ആ വീൽ ചെയറിലാണ് അദ്ദേഹം കഴിച്ചു കിട്ടുന്നത്. ഡിസ്പൈറ്റ് ഹിസ് ഇൽനെസ് ഹി ഹാസ് ഡൺ ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ഇൻ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി. അപ്പോൾ അത്രയും സുഖമില്ലാതിരുന്നിട്ടും, അതായത് അത്രയ്ക്കും തളർന്നു പോയ ഒരു സാഹചര്യമായിട്ടും അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഫിസിക്സിലും ആസ്ട്രോണമി വ്യോമശാസ്ത്രത്തിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഹി പാസ്ഡ് അവേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചു കേട്ടോ. അപ്പോൾ ടീച്ചറുടെ ഉള്ള ഒരു അറിവ് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കുകൾ തലയും അനക്കാൻ പറ്റില്ല, ജസ്റ്റ് നമ്മുടെ തലച്ചോറ് മാത്രമാണ് അദ്ദേഹത്തിന് നന്നായിട്ട് പ്രവർത്തിക്കുന്നതുള്ളൂ. തലച്ചോറ്. അപ്പോൾ കൈ അനക്കാൻ പറ്റില്ല, കാലനക്കാൻ പറ്റില്ല, ശരീരത്തിലൊന്നും അനക്കാൻ പറ്റില്ല, എല്ലാത്തിനും സഹായം വേണം. ടീച്ചറെ വീഡിയോ അയക്കാം കേട്ടോ, എങ്ങനെയാണ് ഒരു ദിവസം എന്നുള്ളത് ടീച്ചറെ വീഡിയോ അയക്കാം. അപ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിന് വളരെയധികം ഇൻ്റലിജൻ്റാണ്. അപ്പോൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്കും എല്ലാം വഴി തെളിച്ചിട്ടുണ്ട്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് അത് പ്രിൻ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള സിസ്റ്റമൊക്കെയും ആ ചെയറിൽ തന്നെ ഉണ്ട്. അഡ്വാൻസ്ഡ് വീൽ ചെയറാണ്. അപ്പോൾ കയ്യനക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റമൊക്കെയും ആ ചെയറിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലോകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മി ഈസ് എ ഗിഫ്റ്റഡ് സിംഗർ വിത്ത് എ യുണീക്ക് വോയിസ്. ഷി ഈസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. Right from early childhood, she showed extraordinary talent in singing. She could easily identify the raga of a song even if heard for the first time. She learned more than 100 ragas without any formal training in music. She is also an expert at playing Gayatri Veena. She has performed at more than 400 venues across India. She is also a playback singer. The song Kate Kate, sung by in the Malayalam movie Celluloid, won a great appreciation. ഓക്കെ, സോ അടുത്ത പേഴ്സണാലിറ്റി, ഇതുപോലെയുള്ള അടുത്തൊരു പേഴ്സണാലിറ്റിയാണ് വൈക്കം വിജയലക്ഷ്മി. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഈ ലേഡിയുടെ. ഓക്കെ, ഏതാണ്? കാറ്റേ കാറ്റേ നീ
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? പാട്ട് പാടിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയാണ് കേട്ടോ. ഓക്കെ, നോക്കൂ. വൈക്കം വിജയലക്ഷ്മി ഈസ് എ ഗിഫ്റ്റഡ് സിംഗർ വിത്ത് ദ യുണീക്ക് വോയിസ്. ഒരു അസാധാരണ ശബ്ദത്തിന്, അതായത് വളരെ മധുരതരമായിട്ടുള്ള ഒരു സ്വരത്തിന് ഉടമയാണ് വൈക്കം വിജയലക്ഷ്മി. ഷീ ഈസ് ബ്ലൈൻഡ് ബൈ ബർത്ത്. ജന്മനാൽ തന്നെ കണ്ണ് കാണാത്തത്, ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധയാണ് ആര്? വൈക്കം വിജയലക്ഷ്മി. റൈറ്റ് ഫ്രം ഏർലി ചൈൽഡ്ഹുഡ് ഷീ ഷോഡ് എക്സ്ട്രാordinary ടാലൻറ്റ് ഇൻ സിംഗിങ്. അപ്പോൾ ആ ചെറുപ്പ കാലഘട്ടം തൊട്ട് തന്നെ എന്താണ് വൈക്കം വിജയലക്ഷ്മി ഒരു അസാധാരണമായിട്ടുള്ള ഒരു കഴിവാണ് സംഗീതത്തിൽ കാഴ്ചവെച്ചത്, അല്ലെങ്കിൽ പാട്ട് പാടുന്നതിൽ. അതായത് കണ്ണ് കാണില്ല അല്ലേ, പക്ഷേ പാട്ട് പാടാനൊക്കെയും ഒരു അസാധാരണ ടാലൻ്റാണ് വൈക്കം വിജയലക്ഷ്മി കാഴ്ചവെച്ചത്. ഷീ കുഡ് ഈസിലി ഐഡൻറ്റിഫൈ ദ രാഗ ഓഫ് എ സോങ് ഈവൻ ഇഫ് ഹേർഡ് ഫോർ ദി ഫസ്റ്റ് ടൈം. അപ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി? നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു പാട്ടിൻ്റെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഏത് രാഗത്തിലുള്ള പാട്ടാണെന്ന് പറയാനായിട്ട് ആർക്ക് കഴിയും? വൈക്കം വിജയലക്ഷ്മിക്ക് കഴിയും. അതായത് പാട്ടിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രാഗത്തിലുള്ളതാണെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഷീ ലേൺഡ് മോർ ദാൻ 100 രാഗാസ് വിത്തൗട്ട് എനി ഫോർമൽ ട്രെയിനിങ് ഇൻ മ്യൂസിക്. അപ്പോൾ ചെറുപ്പകാലത്തിൽ തന്നെ നമുക്ക് അന്ധയായ കാരണം, കണ്ണ് കാണാത്തത് കാരണം അതിൻ്റേതായ സംഗീതത്തിലുള്ള ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ സ്വന്തം പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരു 100 രാഗാസ്, 100 കണക്കിന് രാഗങ്ങൾ എന്താണ് പഠിച്ചിട്ടുണ്ട്, വൈക്കം വിജയലക്ഷ്മി പഠിച്ചിട്ടുണ്ട്. She is also an expert at playing in Gayatri Veena. Teacher, I am sending you the some video clips of വൈക്കം വിജയലക്ഷ്മി ടു. ഓക്കെ, ഗായത്രി വീണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള വീണയുണ്ട്. ആ വീണ പ്ലേ ചെയ്യുന്നതിൽ ഒരു എക്സ്പേർട്ടും കൂടിയാണ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി. ഷീ ഹാസ് പെർഫോംഡ് അറ്റ് മോർ ദാൻ 400 venues across India. ഇന്ത്യയിൽ തന്നെ ഒരു 400-ലധികം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് വിത്ത് ഗായത്രി വീണ. ഓക്കെ, ഷീ ഈസ് ഓൾസോ എ പ്ലേ ബാക്ക് സിംഗർ. നമുക്കറിയാം ഒരു പിന്നണി ഗായിക കൂടിയാണ് ആരെ? വൈക്കം വിജയലക്ഷ്മി. ദ സോങ് കാറ്റേ കാറ്റേ സങ് ബൈ ഹെർ ഇൻ ദ മലയാളം മൂവി സെല്ലുലോയിഡ് വൺ എ ഗ്രേറ്റ് അപ്രീസിയേഷൻ. എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു പാട്ടാണ് കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് സെല്ലുലോയിഡ് മൂവിയിൽ. ടീച്ചർ അതുകൂടെ അയക്കാം കേട്ടോ. അപ്പോൾ വൈക്കം വിജയലക്ഷ്മി എന്താണ് ജന്മനാൽ തന്നെ കണ്ണ് കാണില്ല വെച്ചാലും ഒരുപാട് പ്രശസ്തമായി, എങ്ങനെയാണ് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ലോകത്തിൽ തന്നെ പ്രശസ്തിയായി തീർന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 2 പ്രതിഭകളും, അതായത് സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങും വൈക്കം വിജയലക്ഷ്മിയും, ദേ ഹാഡ് സോ മെനി പ്രോബ്ലംസ് ഇൻ ദെയർ ലൈഫ്. ദാറ്റ് ഈസ് ദെയർ ഹെൽത്ത്ലി ഇഷ്യൂസ്. ഓക്കെ, ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് 2 ആൾക്കുണ്ടെങ്കിലും ദേ ബിക്കെയിം എ ഫേമസ് പേഴ്സണാലിറ്റീസ് ഇൻ ദിസ് വേൾഡ്. അവർക്ക് നമ്മൾക്ക് ഉള്ളേക്കാളും ഒരുപാട് കുറവുകൾ, അതായത് നമ്മളെക്കാളും ഒരുപാട് കുറവുകൾ വൈക്കം വിജയലക്ഷ്മി സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ അവരെങ്ങനെയാണ് നമ്മളുടെ ലോകത്തിൽ തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, questions. We can look at the questions. What do you think is the lesson we should learn from these persons? What is the lesson we can learn from these personalities? ഇത് രണ്ടും നമ്മൾ വായിച്ചു അല്ലേ? ഇതിൽ നിന്നും എന്ത് പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്? ഓക്കെ, നമുക്കറിയാം അവർക്ക് ഒരുപാട് കുറവുകളുണ്ടായാലും അവർ ജീവിതത്തിൽ വളരെയധികം മുന്നോട്ട് വന്ന വ്യക്തികളാണ്, അതായത് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ എന്ത് പാഠമാണ് പഠിക്കേണ്ടത്?
നിങ്ങൾക്കറിയാം, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ കേട്ടോ. ഹൗ ഡിഡ് ദേ സക്സീഡ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡ്സ്? അവരെങ്ങനെയാണ് അവരുടേതായിട്ടുള്ള മേഖലകളിൽ അവർ ഉയർന്നു വന്നത് അല്ലെങ്കിൽ വിജയിച്ചത്. ഹാവ് യു സീൻ? So think about it and just write 1 or 2 sentences in your notebook. Okay. Then next we can start the next story. So this is a beautiful story. This is also a story about a girl that is this is also an interesting story. Okay, so we can, when we are dealing with this story, we can understand more about this. Okay, ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്ക് ആ സ്റ്റോറി തുടങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, സോ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ, അതിസാഹസികമായിട്ടുള്ള ഒരു അതിസാഹസികത എന്നാണ് അതിൻ്റെ അർത്ഥം. Okay, so here is a story of a little girl named Toto-chan who encouraged a differently abled boy to climb a tree. So ഈ സ്റ്റോറിയിലെ മെയിനായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? ടോട്ടോ-chan. You might have heard this name. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടോട്ടോ-chan എന്നുള്ള ഒരു പേര് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മലയാളത്തിലോ മറ്റോ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടോ-chan എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇങ്ങനെയാണ്, എന്താണ് ടോട്ടോ-chan ഫേമസ് ആവാനുള്ള കാരണം? ഇതിൽ പറഞ്ഞിട്ടുള്ളത് എൻകറേജ്ഡ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ബോയ് ടു ക്ലൈംബ് എ ട്രീ. അപ്പോൾ കുഞ്ഞു കുട്ടികളാണ്, പക്ഷേ നടക്കാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റാത്തൊരു കുട്ടീനെ മരത്തിൽ കയറ്റി അവൻ്റെ ഒരു ആഗ്രഹം സഫലമാക്കി തീർത്തു എന്നതാണ് ഈ കുട്ടിയുടെ ഒരു പ്രത്യേകത. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പോകാം. ദ സ്റ്റുഡൻസ് അറ്റ് ടോമോ ഈച്ച് ഹാഡ് എ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. ദേ കൺസിഡേർഡ് ഇറ്റ് ആസ് ദെയർ ഓൺ ക്ലൈംബിംഗ് ട്രീ. Toto-chan's tree stood on the edge of the school ground near the fence. So, this story happens in Tomo School. The students of Tomo School എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, so Tomo is a school name. Okay, the students of Tomo had a tree in the school ground. So, in the Tomo school, each student has a tree in the school ground. ടോമോ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഓരോ മരം വീതം ആ കോമ്പൗണ്ടിലുണ്ട്, അതായത് ആ സ്കൂൾ ഗ്രൗണ്ടിൽ ഉണ്ട്. ആ മൈതാനത്ത് എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു മരം ഉണ്ട്. ദേ കൺസിഡേർഡ് ഇറ്റ് ആസ് ദെയർ ഓൺ ക്ലൈംബിംഗ് ട്രീ. അപ്പോൾ എല്ലാവരും എന്താണ്, അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് ഇതെൻ്റെ, ഇത് അടുത്ത ആളുടെ, അങ്ങനെ ഇത് അരുണിൻ്റെയാണ്, ഫസ്റ്റ് ട്രീ അരുണിൻ്റെയാണ്, അടുത്തത് വിശാലിൻ്റേതാണ്, അടുത്തത് സോമുവിൻ്റേതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ട്രീ ആ സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ട്. അപ്പോൾ അത്രമാത്രം മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു സ്കൂൾ കോമ്പൗണ്ടാണ് ഏത്, നമ്മുടെ ടോമോ സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് ഇത് സോമുവിൻ്റെ ആണെങ്കിൽ സോമു മാത്രമേ അതിൽ കയറുള്ളൂ, ഇനിയിപ്പോൾ അരുണിൻ്റെ ആണെങ്കിൽ അരുൺ മാത്രമേ കയറുള്ളൂ, അങ്ങനെ. ഓക്കെ, ദേ കൺസിഡേർഡ് ആസ് ദെയർ ഓൺ ക്ലൈംബിംഗ് ട്രീ. അവരുടെ സ്വന്തമായിട്ട് ആ ട്രീനെ കരുതി പോന്നു. Toto-chan's tree stood on the edge of the school ground near the fence. ഇനി നമ്മുടെ ടോട്ടോ-ചാൻ്റെ ട്രീ എവിടെയാണ്? എഡ്ജ് ഓഫ് ദ സ്കൂൾ ഗ്രൗണ്ട്. അവിടെ ഒരു മൂലയുണ്ട്, ഒരു മൂലയിലാണ് നമ്മുടെ ടോട്ടോ-ചാൻ്റെ ട്രീ ഉള്ളത്, നിയർ ദ ഫെൻസ്. അപ്പോൾ അവിടെ ഒരു മതിൽക്കെട്ട് അല്ലെങ്കിൽ വേലിയുണ്ട്. ആ വേലിക്കടുത്ത് ഒരു മൂലയിലാണ് നമ്മുടെ ടോട്ടോ-ചാൻ്റെ മരം. It was a large tree and slippery to climb, but if you climbed it skillfully, you could get to a fork about 6 feet from the ground. The fork was as uncomfortable as a hammock. Toto-chan used to climb here during recess and after the school. She could sit on the fork and look into the distance or at the sky or watch the people pass by. So it was a large tree and slippery to climb. അപ്പോൾ അതൊരു വലിയ മരമാണ്,
അതുപോലെ തന്നെ അതിൽ കയറുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതല്ല, ചെറുതായിട്ട് നമ്മൾ തെന്നി വീഴും, അത്രയും മിനുസുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ വലിയ ട്രീ ആണ്, അവിടേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. ബട്ട് ഇഫ് യു ക്ലൈംബ് ഇറ്റ് സ്കിൽഫുള്ളി, ഇനി നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ യു കുഡ് ഗെറ്റ് ടു എ ഫോർക്ക് അബൌട്ട് 6 feet ഫ്രം ദ ഗ്രൗണ്ട്. നമ്മുടെ അടിയിൽ നിന്ന്, അതായത് തറയിൽ നിന്ന് ഒരു 6 അടി ഉയരത്തിൽ ഒരു ഫോർക്കുണ്ട്. എന്താണ് ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി തടിച്ച ഒരു മരക്കൊമ്പ് സൈഡിലേക്ക് ഇങ്ങനെ വളർന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതും ഇരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിലുള്ള മരങ്ങളൊക്കെ നോക്കൂ, ഇതിൽ ഒരു കുട്ടി ഒരു മരത്തുമ്മയ്ക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ട് അല്ലേ. അതല്ലാണ്ട് നെക്സ്റ്റ് നിൽക്കണ മരം നോക്കൂ, കണ്ടോ? ആ രണ്ടാമത്തെ മരത്തുമ്മ നിങ്ങൾക്ക് കാണാം അടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് 2 എണ്ണമായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ കയറിയിരിക്കാനൊക്കെ നമുക്ക് വളരെയധികം സുഖമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊമ്പ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, ദ ഫോർക്ക് വാസ് get to a fork about 6 feet from the ground. The fork was as comfortable as a hammock. എന്താണ് ഹാമക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഹാമക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളിങ്ങനെ 2 സൈഡിലും കയറ് കൊണ്ട് കെട്ടിയിട്ട് ഇടുന്ന ഒരു ഊഞ്ഞാലില്ലേ, നമ്മുടെ പ്ലാസ്റ്റിക് കയറൊക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഊഞ്ഞാൽ നമ്മൾ കിടന്നിട്ട് ആടണതില്ലേ, അതുപോലത്തെ ഒരു സ്പേസാണ് ഈ ഫോർക്കിൻ്റെ സ്പേസ്. അതായത് നമുക്ക് അവിടെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാം. അതായത് നന്നായിട്ട് വളഞ്ഞ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് അത്. ഓക്കെ, the fork was as comfortable as a hammock. Toto-chan used to climb there during recess and after school. അതായത് ഫ്രീ പീരീഡിലും ആൻഡ് ആഫ്റ്റർ ദ സ്കൂൾ വിട്ടതിന് ശേഷവും ടോട്ടോച്ചാൻ ഈ മരത്തിൽ കയറി വിശ്രമിക്കാറുണ്ട്. Okay, she would sit on the fork and look into the distance or at the sky or watch the people pass by. എന്തു ചെയ്യും? അവൾ അവിടെ കയറിയിരിക്കും, ആ മരക്കൊമ്പിൽ കയറിയിരുന്നതിന് ശേഷം ലുക്ക് ഇൻ ടു ദ ഡിസ്റ്റൻസ്, വളരെ ദൂരത്തേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കിയിരിക്കും. ഓർ വാച്ച് ദ പീപ്പിൾ പാസ് ബൈ, എന്തു ചെയ്യും? ആൾക്കാർ ആ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നോക്കിയിരിക്കുന്ന ഒരു പതിവ് നമ്മുടെ ടോട്ടോച്ചാന് ഉണ്ട്. ഓക്കെ, the children considered their trees their own private property. If you wanted to climb someone else's tree, you had to seek their permission very politely, saying, "Excuse me, may I come in?" So the children considered their trees their own private property. അതായത് ഒരാളുടെ സ്വന്തം, ഓരോ മരങ്ങളും ഓരോ കുട്ടികൾക്ക് സ്വന്തമാണ്, അവരുടെ മാത്രം ഒരു മരമാണ് അത്. If you wanted to climb someone else's trees, you had to seek their permission very politely. നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ മറ്റൊരാളുടെ മരത്തിൽ കയറാനായിട്ട് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ആസ്ക് പെർമിഷൻ വെരി പൊളൈറ്റ്ലി, വളരെ താഴ്മയോട് കൂടിയിട്ട് നമ്മൾ അവരോട് അതിനുള്ള അനുവാദം ചോദിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ അനുവാദം ചോദിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ചോദിക്കുക? സേയിങ് എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ. ഇവിടെ നോക്കൂ, ഞാനൊന്ന് നിങ്ങളുടെ മരത്തിൽ കയറിക്കോട്ടെ. അതായത് അങ്ങനെ താഴ്മയോട് കൂടിയിട്ട് നമ്മൾ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രമേ ആ മരത്തിൽ കയറാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സോ ഹാവ് യു എൻജോയ്ഡ് ദിസ് സ്റ്റോറി? So this is the first part of our story. Okay, so we introduced the first character. The സ്റ്റോറിയുടെ ആദ്യത്തെ ഭാഗമാണ്. നമ്മളൊരു കഥാപാത്രത്തിനെ ഇവിടെ പരിചയപ്പെടുത്തി. ആരാണ്? നമ്മുടെ ടോട്ടോച്ചാൻ, പ്രിയപ്പെട്ട ടോട്ടോച്ചാൻ. Okay, so in the right side of the story you can see some questions there. Have you seen? Why do the children in the Toto-chan school seek permission to climb a tree? എന്തുകൊണ്ടാണ് നമ്മളുടെ ടോമോ സ്കൂളിലുള്ള കുട്ടികൾ ഒരു മരത്തിൽ കയറുമ്പോൾ പെർമിഷൻ ചോദിക്കുന്നത്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു നിർത്തിയുള്ളൂ എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ സോ യു ക്യാൻ റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ടു. ഓക്കെ, ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ ട്രീ? ഹൗ ഡിഡ് യു ഫീൽ ദെൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹാവ് യു എവർ ക്ലൈംബ്ഡ് എ ട്രീ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരത്തിൽ കയറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അപ്പോഴെന്താണ് തോന്നിയത്?
എഴുതാവുന്നതാണ്, സിമ്പിളാണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് യുവർ ഓൺ ട്രീ ഇൻ യുവർ സ്കൂൾ ഓർ അറ്റ് യുവർ ഹോം? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു മരം നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ ഉണ്ടോ? ഇഫ് നോട്ട്, ക്യാൻ യു തിങ്ക് ഓഫ് പ്ലാന്റിങ് വൺ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു മരം ഇല്ല എങ്കിൽ നിങ്ങൾ ഒരെണ്ണം സ്വന്തമായിട്ട് വെക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതുക കേട്ടോ. ഓക്കെ, ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, സോ ഐ ഹോപ്പ് എവ്രിബഡി എൻജോയ്ഡ് ടുഡേയ്സ് ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. സോ വി ക്യാൻ മീറ്റ് അറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു മൈ ഡിയർ ചിൽഡ്രൻ.